250 റേറ്റ്. പക്ഷെ 225 വെച്ചേ കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ താണ്ടേ 20,250. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൂടെ? എന്നാ പിന്നെ 250 രൂപയാക്കാം. എന്നിട്ട് അതിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ മതിയോ? അത് വേണ്ട, 225 കൂട്ട്. ഇത് നാട്ടുകാരുടെ പൈസയല്ലേ, വീട്ടിൽ നിന്നുണ്ടെന്നൊന്നും അല്ലല്ലോ. ആ കാശും കെടു. നീ ഇത് മുൻകൂട്ടി കണ്ടു അല്ലേ? ഞാൻ എത്രയോ കാട് തരുന്നു. എന്തായാലും കൊടുത്തിട്ട് വാ, ഞങ്ങൾ പുറത്തുണ്ടാവും. ഒന്ന് പോക്കട്ടെ. ദേവി വാടാ. അമ്പോട്ടാ എന്താ എനക്ക് തരുവാ? എന്തിന്? തോക്ക്. ഇതൊന്ന് വെക്കട്ട്, എന്നിട്ട് നമുക്ക് നോക്കാം. കാട്ടുന്നോ തരുന്നില്ല. ഇതിന്റെ ഉള്ളിലില്ലെങ്കിലും വെടിവെച്ചിട്ടല്ലോ. പുതിയ ജനറേഷൻ പിന്നെ എങ്ങനെ കാര്യങ്ങൾ പഠിക്കല്? ആദ്യം ഇതെല്ലാം നോക്കി കണ്ട് പഠിക്ക്, എന്നിട്ട് നമുക്ക് വെടിവെക്കാം. 20,500. 20,500? 250 ഇല്ലല്ലോടാ. 250 ടൗണിൽ ഇറങ്ങുമ്പോ തരാം, പോരെ? എന്റെ പൊന്നു ചേച്ചി ചതിക്കില്ല, അതേ ഉള്ളൂ. ഒന്ന് നോക്ക് ചേച്ചി. എടാ ചില്ലറില്ല. എന്നാലേ നോക്കി പഠിക്കാം. ഇല്ല മുണ്ടൂല. ഒന്നിങ്ങ് വന്നേ. കണ്ണേട്ടാ, കണ്ണേട്ടാ, അങ്ങോട്ട് വരൂ. കണ്ണേട്ടാ, കണ്ണേട്ടാ. അത് ശരി. ഒരാളാടെ വെടികൊണ്ട് ചാവാൻ കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളക് ഇട്ട് മസാല ഇളക്കിക്കൊണ്ടിരിക്ക. എടാ ഞാനതിന് എന്റെ കണ്ണേട്ടാ, ചാക്ക് പൊട്ടിയതാടാ. ഒന്ന് വന്നേ. എന്താ പോട്ടെ ക്ഷീണം? ഒന്ന് സ്കാനിങ്ങിന് പോകണം. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. പന്നി കാട്ടുന്ന കിട്ടിയതല്ല. അപ്പൊ ഇത് മറ്റേ നേരിന്റെ ഫാമിൽ നിന്ന് മേടിച്ച. നേരിന്റെ അമ്മ അറിഞ്ഞു വേറെ ആരോട് പറയാൻ നിൽക്കണ്ട. ആരോട് പറയാ? നീ ഞാൻ ആരോട് പറയണ? ചന്ദ്രൻ നിൽക്കുന്ന വലിയ മൈൻഡാക്കണത്. സുധാരാ, ഏത് കാട്ടുന്ന അതിനെ പിടിച്ചില്ലേ? ഉഷ്ണമേഖല മഴക്കാട്ടുന്ന്. എന്തേ പോരുന്നാ? കണ്ണാ, മേരിന്റെ ഫാമിലി പോയിട്ട് പന്നീനെ മണിക്കാനും അറിയാം, അതിന് പെയിന്റ് അടിക്കാനും അറിയാട്ടാ. അടിച്ചോന്നല്ലാട്ടാ, അത് വെടിവെച്ചൊരു കുണ്ടിലൂടെയാണ്. ബാലട്ട നിങ്ങൾ വെറുതെ ചൊറയാക്കാൻ നിൽക്കല്ലേ, നമുക്ക് തെയ്യം ഇറങ്ങേണ്ടതാ. ആയിക്കോട്ടെ, ഇപ്പൊ കാര്യം നടക്കട്ടെ, നമുക്ക് കമ്മിറ്റി വെച്ച് കാണാലോ. കമ്മിറ്റി കൂടുമ്പോ കാണാം. നോക്കണ നീ തോക്ക് കൊടുക്കണ പരിപാടി നോക്കാം. മാറിക്കങ്ങോട്ട്. നീ വരുമ്പോ സോപ്പ് മേടിക്കണേ, മറക്കല്ലേ. സോപ്പ് നിങ്ങൾ എന്താ തിന്നല? നീ മാറ്റിയിടുമ്പോ അതെല്ലാം അലക്കിത്തണ്ടേ? ഓ, ഇളയപ്പനൊന്നും കാളാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഓനെന്തെങ്കിലും ആയിക്കോട്ടില്ല, നീ എന്തിനാ അതെല്ലാം നോക്കുന്നത്? ആ ബായി വരാനൊന്നും പോകുന്നില്ല. ഞാൻ പോട്ട്. നീ കൊണ്ടുവരാ, കുറച്ച് അടുപ്പിച്ച് എടുത്ത്. കാള വരേണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ, അതോ പ്രാക്കാണോ, അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഒരു കാര്യമില്ലെങ്കിലും
ഒരാൾ വീണ് കിടക്കുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വിദ്യേ രണ്ട് കൈയും പോയിന്നാ കേട്ടിന്. ഇനി ഓൻ കുറച്ച് വെള്ളം കുടിക്കും. അതങ്ങനെ വരൂ ചന്ദ്ര. എള്ളിക്കുറിശിയപ്പൻ എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനാ. നാടൻ മന്തിനെ കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും. പക്ഷെ മൂപ്പരെല്ലാം നോക്കിയും കണ്ട് കൊടുക്കും. അല്ല നീ പോയതാന്ന് നോക്കാനാ? ഞാൻ ആ കാര്യം പറയാനല്ലേ ഇടന്നത്. അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പോയ കാര്യം പറ. എടാ, ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല. ഓക്കോ? ഓക്കും. ഓ മാറി മാറി. വിദ്യേ, നീ അത് വിടു വിദ്യേ. നമ്മുടെ തമ്പാട്ടന്റെ അടുത്തേ പേരെയും കുട്ടിയിരുന്ന കേട്ട് നമ്മക്കത് പോയി നോക്കാ. കിടു കുട്ടിയാന്ന കേട്ട്. ശരിയല്ലേ? അമ്മച്ചി ചാണം വെള്ളം കൊടുക്കുന്നു. ഗോൾഡ് ഈസ് ഗോൾഡ്. മോള് പല്ലിയേക്കൊന്ന് ഇരുന്നിട്ട്. നീ എന്തിനാ രാവിലെ കണ്ണനെ കണ്ടിട്ട് ആവശ്യമുണ്ടായിനി. ഓ ആയിക്കോട്ടെ. ഇതൊന്നും നിങ്ങളുടെ കയ്യിലൊരു കവറല്ലോ. നാരങ്ങാണെങ്കിൽ രണ്ടെണ്ണം താ. അതിന്റെ ഏട്ടൻ അവിടെ തന്നെ മേടിച്ചോ. എന്നാമോ ഈ പെണ്ണെന്നിങ്ങനെ കണ്ണാ കണ്ണാ, നിങ്ങളെന്താ വൈകീന്? കട കുത്തി തുറന്ന് എടുക്കാൻ പറ്റില്ല. തുറക്കണ്ടാ. 3 എണ്ണം മേടിച്ചിരി. വില കുറഞ്ഞാൽ നല്ല ശല്യാന്നറ. മെല്ലെ എണീക്കറ നീ. നോക്കണേ, ഇനി അലക്കാൻ നിക്കണ്ടാട്ടാ. കണ്ണാ, ഇനി ഇടക്കിടക്ക് എനിക്ക് വരാൻ പറ്റൂലടാ. ഇനി എല്ലാം നീ എന്നെ നോക്കണം. ഞാൻ ഒറ്റക്കാ. എങ്ങനെ രവിയേട്ടാ? നീ കക്കൂസ് പോയിനാ? ഒന്ന് പെട്ടെന്ന് ബാ, പോയിട്ട് വരാം. കണ്ണാ, നീ കളിക്കല്ലേ. എനിക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട്. എനിക്ക് വീട് നേരം വിളിച്ചു വിട്ടറാ. എങ്ങനെയാ രവിയേട്ടാ അമ്മേനെ ഹരിതനെയൊക്കെ വിളിക്കുക? ആ പ്രായ ഇതാ പറയും സമയ സമയത്ത് കല്യാണം കഴിക്കണത്. അന്നേരം ഇതാ എല്ലാം ചെയ്യും. കക്കൂസ് പോകാനും ഷഡിടാനും ഒന്നിനും ചൊറയില്ല. കല്യാണം കഴിക്കുന്ന ഷഡ് ഇടാനും കക്കൂസി കുട്ടി പോവാനുവാ. എന്താ സംശയം? എന്റെ ഭാര്യ കിടന്നപ്പോ ഞാനാ നോക്കിനി. ഒരു കുഴപ്പമില്ലായിരുന്നു. കണ്ണാ, നീ വിഷമിക്കണ്ടറാ. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വിലയേറിയൊരു കണ്ണാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിക്കടാ. പോട്ടറാ. അമ്മേ, എന്നാ ഇത് കൊണ്ടേക്കോ, വീണ്ട. കൊല്ലാണ് ഈ ചേട്ടൻ. വേറെ ചേട്ടൻ. അമ്മേ, അമ്മ കുറച്ച് വെള്ളം തരുവാ. ആ മേശപ്പുറത്തിട്ടാ. ഇത് തണുത്ത ഐസ് പോലെ. ഞാൻ വരുന്നേ. ഇത് നല്ല ചൂടുണ്ടല്ലോ. പിന്നെ നിനക്ക് തളച്ചോളാ വേണ്ട. അവിടെ ഇരിക്കേ, ഞാൻ ചൂടാക്കി തരാം. അമ്മേ, എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം. എന്തെങ്കിലും പറ്റില്ല. കൈക്കൊന്നും ഇല്ല, തള്ളി ബസ്സിൽ പറയുന്നത്. നീ പറ. അതല്ല, ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ കൂടുതൽ പോയാലും കമ്പനിക്കാർക്കല്ല ഒരേ നിർബന്ധം. പുതിയ വീട് വെക്കാനാ? മണ്ടം ഗുണാപ്പി അതൊന്നും അല്ല. എല്ലാരും പറയാ, കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചൂടേന്ന്. ഞാൻ പറഞ്ഞു, അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന്. അമ്മേന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. നീ എന്റെ പ്രാർത്ഥന കേട്ടു. കേട്ടു കേട്ടു. ഞങ്ങയും കേട്ടു. എങ്ങോട്ടാ? സ്കൂളില്ലേ? എന്തല്ലോ എന്തല്ലോ? എന്റെ ശംസു 5 മിനിറ്റ് എന്ന് പറഞ്ഞ അരമണിക്കൂറായി. നീ എന്താ കളിക്കുന്നത്? സുധാര ഈ ഷർട്ടൊന്ന് മാറ്റട്ടെ. അല്ലടാ, നമ്മൾ ഏത് ഭാഗത്തേക്കാ പോകുന്നത്? നമ്മളിന്ന് കുന്നൂരു ആടെ ഒരു ശങ്കരന്റെ മോളുണ്ട്. പേര് പേരെല്ലാം പോട്ട്.
നീ ഓളെ കണ്ടിനാ ഞാൻ കണ്ടിട്ടില്ലപ്പാ. കണ്ണനെ ചേരൂലേ? ചേരുമായിരിക്കും. കണ്ടിട്ടില്ലേ? കാണാനല്ലേ പോകുന്ന സുധാര, എനിക്ക് വലിയ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട. നല്ല തറവാടുത്തുണ്ടാവണം. പിന്നെ കുറച്ച് കളറ്, നീണ്ട മൂക്കായിരിക്കണം, ഉണ്ട കണ്ണ്, നമ്മളെ നയൻതാരനെ പോലെ. പറ്റിയ കുറച്ച് മുടിയും. കണ്ണാ, ഇതൊക്കെ ഉള്ളൊരു പെണ്ണിന് ഓളതായ സങ്കല്പം ഉണ്ടാവില്ലേ? എന്നെ പറ്റിയൊരു വിചാരം വേണ്ട നിനക്ക്? എന്താ മൂടി നമുക്ക് ശരിയാക്കാം. ശംസോ,